കൂർഗിലാട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടല്ല, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മള് ഏതോ ഒരു വാട്ടർഫോൾസിന്റെ മുന്നിലെത്തിയതോ. കറക്റ്റ് ലൊക്കേഷൻ ഒന്നും അറിയില്ല, അത് ഗൂഗിൾ മാപ്പ് വെച്ച് പറയാം. അപ്പൊ വെറുതെ ചായ കുടിക്കാൻ നിർത്തിയാണ്. ചായ കുടിക്കാനല്ല, വെറുതെ വായി നോക്കാൻ. കുറേ നാളുകൾ ശേഷമായിട്ട് ഒരു ലോങ് ട്രിപ്പ് തന്നെ പോകുന്നത്. നിങ്ങൾ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന ഡൽഹിയിലായിരുന്നു. ഇപ്രാവശ്യം ഫാമിലി ആയിട്ടല്ല കേട്ടോ പോകുന്നത്. എല്ലാ പ്രാവശ്യം ഫാമിലി ആയിട്ടല്ല പോകുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ സ്റ്റിച്ചിങ്ങിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേരൊക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇതേ നമ്മളിപ്പോൾ മടിക്കേരി പോകുന്ന റൂട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടോ. ലൊക്കേഷൻ ഏതാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. മടിക്കേരി പോകുന്ന റൂട്ടിൽ നല്ലൊരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ നിർത്തിയതാണ്. പിന്നെ ഞങ്ങൾ രാവിലെ 6 മണിക്ക് തന്നെ ഇറങ്ങിയതായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. പിന്നെ ഇതേപോലെ സ്ഥലമൊക്കെ കാണുമ്പോൾ നല്ലൊരു കണ്ണിന് കുളിർമ തരുന്നൊരു കാഴ്ചയല്ലേ. അതിനിടയിൽ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല ഒന്നാന്തര ചൂട് ചായയും കാപ്പിയൊക്കെ കിട്ടും കേട്ടോ. അതിനിടയിൽ എല്ലാവരും ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. ഇങ്ങനെ ചക്കളിയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നായിയെ കാണാം കേട്ടോ. അത് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തരുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചക്കളിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്താൽ അത് കഴിക്കുന്നില്ല. അതിന് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെ എത്തി നമ്മളിപ്പോൾ ഗോൾഡൻ ടെമ്പിൾ എത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ ഗോൾഡൻ ടെമ്പിളിലാണ്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടുന്നാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അതിനുള്ളിലേക്ക് പോയി കേട്ടോ. പോയപ്പോൾ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. വലിയ ചൂടോ വലിയ തണുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇറങ്ങുന്ന ടൈമിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാട്ടോ ഫാമിലി ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മുമ്പൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയൊക്കെ കുറേ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഫാമിലി ഇല്ലാതെ ഞാനൊരു ട്രിപ്പ് പോകുന്നത്. കല്യാണത്തിന് ശേഷം രാവിലേട്ടനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ പഠിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം ഞാനും 1 ഡേ ട്രിപ്പിന് പോയിട്ടുണ്ട് എന്നല്ലാതെ പിന്നെ അങ്ങനെ ട്രിപ്പൊന്നും ഞങ്ങൾ ഫാമിലി ഇല്ലാതെ പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഒരു ദിവസം തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ദിവസമായിരുന്നു. ഞാൻ വീഡിയോസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ അവരുടെ കൂടെ എൻജോയ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ണൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ എൻജോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമല്ല, അവരെ ഒന്നിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം വീഡിയോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ അവരെ ഒന്നിച്ച് എൻജോയ് ചെയ്യാനാണ് ശ്രമിച്ചത്. നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഈ ഒരു ട്രിപ്പ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അതിനുള്ളിലെത്തി. കുറേ നടക്കാനുണ്ട് കേട്ടോ. ഒരു വലിയൊരു ഗാർഡനാണ്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ചെടികളായിരുന്നു. അതൊക്കെ നമുക്കിങ്ങനെ പറിക്കാനൊക്കെ തോന്നും. പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്തെന്നേ ഉള്ളൂ. പറിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടിയാലെന്ന് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്തു. അങ്ങനെ നമ്മൾ അടുത്ത കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം കേട്ടോ. പിന്നെ കർണാടകയിൽ വന്ന മെയിനായിട്ടുള്ള ഒരു അലമ്പ് ടോയ്ലറ്റാട്ടോ. ടോയ്ലറ്റിൽ പോകുമ്പോൾ ചെറിയൊരു എമൗണ്ട് അവർക്ക് കൊടുക്കണം കേട്ടോ. ഒരു 5 രൂപ ഇങ്ങനെ അവർക്ക് കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നി എന്തിന് നമ്മളിങ്ങനെ നമ്മുടെ മെയിൻ കാര്യം ഒരു പ്രധാന കാര്യമാണ് ടോയ്ലറ്റിൽ പോകുന്നത്, അതിന് വേറെ പൈസ കൊടുക്കേണ്ട ഒരു ഗതി ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ തോന്നി. പിന്നെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കർണാടകയിൽ എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലങ്ങളിൽ ഇങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോൾ പൈസ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. അതെനിക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ ആദ്യം നമ്മൾ ഒരു ഷോപ്സിൽ കയറി കേട്ടോ. പോകുന്ന വഴിക്ക് കണ്ട ഒരു ഷോപ്സായിരുന്നു. പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്സായിരുന്നു. അവിടെ പോയി 2-3 സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ചോക്ലേറ്റൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. അവർ നമുക്ക് സാമ്പിളായിട്ട് ട്രൈ ചെയ്യാനൊക്കെ തരും കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട മേടിക്കാം. അത് കഴിഞ്ഞിട്ട് അതിനപ്പുറം തന്നെ ഒരു ഫാൻസി പീടിക ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയി വെറുതെ പോയതാട്ടോ. അടുത്ത ആൾ പറഞ്ഞു ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കോ, ഇഷ്ടമാണെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയതാണ്. വന്നതെല്ലാം നിറച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. റേറ്റ് എങ്ങനെയാണ് ദീക്ഷിതേ? റേറ്റ് എങ്ങനെ? ഇവിടെ വില കൂടുതലല്ലേ? ഇവിടെ ചെറിയൊരു സ്റ്റഡിന് തന്നെ 100 രൂപ ഉണ്ട്. നീ എന്തെടുത്ത് എത്ര? 20 രൂപ. മോശം.
അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം പോയത് ഫിഷ് കറി റൈസ് എന്നുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഒരു VIP റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ആയിരുന്നു സൂപ്പറായിരുന്നു. പക്ഷേ നമുക്ക് അടുത്ത ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചോറ് ഓർഡർ ചെയ്തു, അതിൻ്റെ ഒന്നിച്ച് കറികളൊക്കെ നമ്മൾ വേറെ തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ. അത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുണ്ടായിരുന്ന ഗാലക്സി റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. എന്നാലും നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഹാഫ് ബിരിയാണിയാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹാഫ് ബിരിയാണിക്ക് 120 പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ബിരിയാണിയുടെ കാര്യങ്ങളായാലും നല്ല രീതിയിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതെന്തായാലും ടൂറിസ്റ്റ് പ്ലേസിൽ അങ്ങനെയാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് നിസർഗധാമ എന്നുള്ളൊരു പാർക്കിലേക്കാണ്. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ പാർക്കിംഗ് ഫീ ഉണ്ട്. അതേപോലെ തന്നെ ഇതിനുള്ളിൽ കയറാൻ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 80 രൂപ ടിക്കറ്റാണ്. അങ്ങനെ 80 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതിനുള്ളിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്നതിന് പുറത്ത് 2 ആനയെ കാണാം കേട്ടോ. കണ്ണനാണെങ്കിൽ ആനയെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊക്കെ ചെറിയ ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ ബിരിയാണി കഴിച്ചുകൊണ്ട് ഒരു ഉച്ചയുറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ നടക്കുകയാണ്. അപ്പോൾ ആദ്യം കാണുന്നത് ഒരു വലിയൊരു തൂക്കുപാലമാണ്. തൂക്കുപാലത്തിലൂടെ ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. എന്നാലും പേടിക്കേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ചുറ്റും മരങ്ങളാണ്. നല്ലൊരു രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനവും തമാശയൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അങ്ങനത്തെ നമ്മളങ്ങനെ തൂക്കുപാലത്തിലൂടെ നടക്കായിരുന്നു. അപ്പോൾ കണ്ണന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ബ്ലോഗ് ചെയ്യുന്ന ഫോൺ കവിതയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. കവിതയ്ക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഫോണെങ്ങാനും വീണ എൻ്റെ പൈസ വെള്ളത്തിലാവുമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ ഫോണൊന്നും വീണിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തൂക്കുപാലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തി. ഇവിടെയാണെങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് ചുറ്റുമാണെങ്കിൽ മുളകളാണ്. മുളകിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു തണലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ നടക്കാനുണ്ട്. നടന്നതിൻ്റെ ഫലം അറിഞ്ഞത് പിറ്റേ ദിവസമാണ്. നല്ല രീതിയിൽ കാലുവേദന ഒക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ മുളയുടെ ഇടയിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു സൈഡ് പാർക്ക് ഉണ്ട് കേട്ടോ. ഒരു കിഡ്സ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല രീതിയിൽ ഞങ്ങളാണ് അർമാദിച്ചത്. കണ്ണനെയും ജൈനികേനേക്കാളും കൂടുതൽ ഞങ്ങൾ തള്ളകളാണ് കൂടുതൽ അർമാദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേത് സ്ഥലം എന്ന്. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി, വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതൊക്കെ ഞങ്ങളുടെ ഒരാണ്. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വലിയവരൊന്നും ഈ ഒരു ഭാഗത്ത് കയറ്റാറേ ഇല്ല കേട്ടോ. ഞങ്ങൾ ആരെങ്കിലും ഇരുന്നാൽ തന്നെ അവിടെ ഒരാളുണ്ടാവും നമ്മളെ വഴക്ക് പറയാൻ. അതുകൊണ്ട് തന്നെ നാട്ടിലൊന്നും നമ്മുടെ തോന്നിയാസമൊന്നും നടക്കില്ല. പക്ഷേ വേറൊരു സ്ഥലത്ത് പോയപ്പോഴാണ് നമ്മുടെ തോന്നിയാസമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളാണ് കൂടുതൽ അർമാദിച്ചത് കേട്ടോ. കാരണം ഞാൻ ഇതിലൊക്കെ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇങ്ങനത്തെ ഒരു സാഹസികതയൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു തള്ള വൈബ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കഴിയുന്നവളെ നമ്മൾ അർമാദിച്ചു. പിന്നെ പിള്ളേർ അതിനിടയിൽ അർമാദിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കയറുന്നത്. നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും കേട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യാറില്ലല്ലോ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ എൻജോയ്. പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ കോട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബേർഡ്സ് ഷോ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം ചെറിയ പേടിയൊക്കെ ഉണ്ടായി. പിന്നെ പ്രശ്നമൊന്നുമില്ല, കയറുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ പേടിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കണ്ണൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബേർഡ്സ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ എക്സ്ട്രാ വേറെ 50 രൂപ എങ്ങാനും കൊടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ചുറ്റും കാണാണ്. പിന്നെ ഇങ്ങനെ മരങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുപാട് മൃഗത്തിൻ്റെ പെയിൻ്റൊക്കെ അടിച്ച കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ കൂർഗുകാരുടെ വേഷവിധാനങ്ങളൊക്കെയുള്ള ഒരു ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഏറുമാടത്തിൽ കയറാണ്. ആദ്യം ചെറിയ പേടിയൊക്കെ ഉണ്ടായി. കയറുമ്പോൾ പേടി ഉണ്ടായില്ല, പക്ഷെ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഏറുമാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. അങ്ങനെ ആളില്ലാത്ത ഒരു ഏറുമാടം കിട്ടിയപ്പോൾ നമ്മൾ നൈസായിട്ട് അതിൻ്റെ മുകളിൽ കയറി കേട്ടോ. പക്ഷേ ഇറങ്ങാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായി.
പിന്നെ ഇവിടെ ഡീർ ഉണ്ടായിരുന്നു കേട്ടോ, അതായത് മാൻ ഉണ്ടായിരുന്നു. കണ്ണൻ ആദ്യമായിട്ടാണ് ജീവനോടെയുള്ള മാനിനെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ മാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു പുഴയുണ്ടായിരുന്നു, അതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അവിടേക്ക് ഇങ്ങനെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്, വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും എനിക്കധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോർട്ടിലും പിന്നെ ഒരു ഗാർഡനിലും കൂടി പോയിട്ടുണ്ടായിരുന്നു, രാജാ സീറ്റ് ഗാർഡനിലും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മാക്സിമം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കുഞ്ഞിര് ചന്തയെന്ന് കോഴി കോഴിയൊക്കെ കണ്ണ